വീഡിയോ 10K ആകുവാണെങ്കിൽ നല്ല കമന്റ് ഇടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ടീമിനോ നമ്മളിപ്പോൾ എടുത്ത സംഭവം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ പണ്ടൂറയിലാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ മൊത്തം കളികളാണ് ഗൈസ്. നമ്മൾ ഇന്ന് കളിക്കും ഇവിടെ. So we are gonna play the virtual reality game. Udish is our sponsor. Yeah, these people are കയ്യടിക്ക് തോട്ടി അടിച്ചിരിക്കുന്നു. പറഞ്ഞത് 5 പേർക്ക് കളിക്കണമെന്ന്, അതിനെന്ത് വേണമെന്ന്. സ്കോർ അടുത്ത മണി, തായ്ലൻഡ് മണി, പട്ടായ മണി. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ്. ചെറുക്കൻ പറഞ്ഞപ്പോൾ ഞാൻ തമാശയായിട്ട് വിചാരിച്ചു ഗൈസ്, ആരോ തുറന്ന് കുടിച്ചിട്ട് വെച്ചേക്കുന്നു ഇവിടെ ലുലു മാളില്. ഫുള്ള് സാധനം ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കടാ മോനെ, ഇന്നൊക്കെ ഒരു പൊടി എല്ലാരും വാങ്ങോ. യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നിതീഷ് ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് പതിയെ വണ്ടി ഓടിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പതിയെ എത്തത്തുള്ളൂ. ഓക്കെ, അമ്മ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്തത്തുള്ളൂ. ഗൈസ്, നമ്മൾ ലുലുവിൻ്റെ അകത്ത് വണ്ടി കയറ്റുന്നില്ല. നമ്മുടെ പാർക്കിംഗ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഏരിയ ആണ്. ലുലുവിൽ വന്നിട്ടുണ്ട് നമ്മൾ. ഊരത്തെ ചാടി നമുക്ക് കിട്ടിയില്ല അവനെ. നൈറ്റ് വ്യൂ സൂപ്പറാണ് ഗൈസ്. നമ്മളിങ്ങനെ ഈ ഒരു വ്യൂ ഒക്കെ എടുത്തിട്ട് എന്തിലിട്ടേക്കുന്നത് കല്യാണമാണെന്ന് വെച്ച് ഗൈസിൻ്റെ അകത്തൂടെയാണ് കയറേണ്ടത്. ബെല്ലടിച്ച് ബോംബ് വെച്ച് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ അജണ്ട എന്ന് പറയുന്നത് ലുലുമാളി മൊത്തം കടന്ന് കറങ്ങുക, ഇറക്കി വിടുന്ന വരെ അല്ലേടാ. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. 8:30 ആയിട്ടുണ്ട്. ഞാൻ എല്ലാവരും കിട്ടുന്നില്ലടാ. ഗൈസ് എവിടെ പോകണേ നമുക്ക് നോക്കാം. ഗൈസ് ഇവിടെ ലുലുമാളിൻ്റെ മാപ്പ് ഉണ്ട്. ഗൈസ് നമ്മളിപ്പോൾ പണ്ടൂറയിലാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ മൊത്തം കളികളാണ് ഗൈസ്. നമ്മൾ ഇന്ന് കളിക്കും ഇവിടെ. ടിക്കറ്റ് റേറ്റ് കാണിച്ചു തരാം ഗൈസ്. ടിക്കറ്റ് റേറ്റ് ലുലുമാളി വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കയറി. നമ്മൾ പലപ്പോഴും വരുമ്പോൾ ഇവിടെ കയറാൻ നമ്മൾ വിചാരിക്കുന്നതാണ്. സോ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കയറാൻ പോവുകയാണ്. നമ്മളെ സ്പോൺസർ ചെയ്യുന്നത് നിതീഷാണ്. നിതീഷ് ഈസ് അവർ സ്പോൺസർ. ദീസ് പീപ്പിൾ ആർ കയ്യടിക്ക് തോട്ടി അടിച്ചിരിക്കുന്നു. കാരുണ്യ ലോട്ടറിയിൽ 1000 രൂപ മേടിച്ച് മണി നമ്മളിവിടെ കൊണ്ടുപോയി പരിപാടി കാർഡ് എടുക്കാൻ നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാം ആദ്യം അല്ലേ. നമുക്ക് ആദ്യം കൊട്ടേഷൻ കിട്ടണം. വർക്കിൻ്റെ കൊട്ടേഷൻ കിട്ടിയിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ വർക്ക് ഇല്ലടാ. ഗൈസ് ഇതേ കണക്ക് അപ്പുറത്തെ ആൾക്കാർ ചെയ്ത പെയ്മാർക്കും ചെയ്യണമെന്ന് തോന്നിയിരിക്കുകയാണ്. അതാ കണ്ടില്ലേ, കണ്ടോ. നമ്മൾ കോപ്പി അടിക്കുമല്ല. അപ്പോൾ അവർ ഫോണൊക്കെ തറയിട്ടിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, റേറ്റ് ചോദിക്കാനായിട്ട് ഷാരിഫ് എത്തിയിട്ടുണ്ട്. ഷാരിഫ് ആ കൊച്ചിനെ നോക്കി ചിരിക്കുന്നു. എന്ത് പറഞ്ഞിട്ട് 5 പേർക്ക് കളിക്കണമെന്ന്, അതിനെന്ത് വേണമെന്ന് ചോദിക്കുന്നിട്ട്. 5 പേർക്ക് കളിക്കണം, എന്ത് വേണമെന്ന്. അപ്പോൾ ഒരു ഓയോ എടുക്കാൻ പിടിച്ചിറക്കി വിടും അവര്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്ത ഓഫർ എന്ന് പറയുന്നത് ഇതാണ്ട്. നമ്മൾ 2000 രൂപ പേ ചെയ്യുന്നു, നമുക്ക് 3000 രൂപയുടെ പ്ലേ വാല്യൂ വൗച്ചർ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് 400 രൂപ വെച്ചായിരിക്കും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക ഇതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കൊല്ലത്തിൽ നിന്ന് കാണുന്ന ആൾക്കാരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ കളിച്ച അതേ ഓഫർ നമ്മുടെ വീഡിയോ ഒരു 1 മില്യൺ 1 മില്യൺ പോട്ടെ ചെറുതായിട്ട് 10K നമ്മുടെ വീഡിയോ 10K ആകുവാണെങ്കിൽ നല്ല കമന്റ് ഇടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ടീമിനോ നമ്മളിപ്പോൾ എടുത്ത സംഭവം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്,
ഓക്കെ, നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് 10K ആക്കാൻ നോക്കിയാൽ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് നമ്മളിപ്പോൾ കളിക്കുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വീഡിയോ അതേ എന്താണ് അതിന് എത്ര പ്രൈസ് ആയാലും കുഴപ്പമില്ല. ആ ഒരു സംഭവം നമ്മൾ 3000 പോയിന്റിന് നമ്മൾ 2000 രൂപയ്ക്ക് നമ്മൾ എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ATM കാർഡ് പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ലുലു മാളിലെ കാർഡാണ് ഗൈസ്. ജുമാൻജി ഒരു കളിയല്ല, ആപത്താണ് ഗൈസ്. ഒരാളെ കയറ്റത്തുള്ളൂ. നമുക്ക് ഒരാൾക്കുള്ള ഫ്രീ ഉള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. നമ്മൾ 5 പേര് വന്നിട്ട് ഒരാൾക്കുള്ള സാധനം കിട്ടിയത്. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അടുത്ത എന്ത് ഗെയിം കളിക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഗൈസ്. ഗൈസ്, നമ്മളിവിടെ താണ്ടേ സ്പോർട്സ് മറ്റേ പന്ത് ഉരുട്ടിയിട്ട് മറ്റേ കുപ്പി എറിഞ്ഞ് പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ മറ്റേ കമ്പ് കുത്തി ഉരുണ്ട പന്ത് കുഴിക്കാത്തിടുന്നുണ്ട്. ഇതിൻ്റെ എന്തോടാ സംഭവം? ഇതിൻ്റെ പേരെന്തോടാ? പൂൾ. ഇവനറിയാം, ഇച്ചിരി വിദ്യാഭ്യാസമുള്ളവനാ. അതിനുശേഷം നമ്മൾ VR സോണിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ വെർച്വൽ റിയാലിറ്റി ഗെയിമിംഗ് ആണ് ഉള്ളത്. ഓക്കെ ഗൈസ്, സോ വി ആർ ഗോണ പ്ലേ ദ വെർച്വൽ റിയാലിറ്റി ഗെയിം. മറ്റേ പന്തുരുട്ടിടുന്നതാണോ? അതിനെ അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാന്ന് പറയണം, നമ്മൾ കണ്ട കാര്യം മനസ്സിലാവും. നമ്മളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നത് VR സോണിലൊക്കെ. എന്താണ് 8 ബോൾ പൂൾ? മറ്റേത് ഏതാണ്? പന്തുരുട്ടിട്ട് 8 പന്ത് എറിഞ്ഞിടുന്നത്. 200 പോയിന്റ് അല്ലേ? സോ നമ്മുടെ 200 പോയിന്റിൽ നമുക്ക് ഇതിൽ 4 മിനിറ്റ് ഒരാൾക്ക് കളിക്കാൻ പറ്റും. കാറാണെങ്കിൽ 200, ബൈക്കാണെങ്കിൽ 150 എന്ന് തോന്നുന്നു അല്ലേ? ബൈക്കാണെങ്കിൽ 150. ഓക്കെ, അപ്പോൾ ആദ്യം ആരാ കളിക്കാൻ പോകുന്നത്? കാർ ഓടിക്കാൻ അറിയുന്ന ലൈസൻസ് ഉള്ളവർ കയറുക. ഫസ്റ്റ് ഞാനാണോ? ഓക്കെ, ലൈസൻസ് എടുത്തിട്ട് ഓടിച്ചിട്ടില്ല. ആണോ? എങ്കിൽ പോട്ടെ. ഇത് ഗെയിമർ കയറുന്നു ഗൈസ്. ഇങ്ങനെയല്ലാണ്ട് ആഗ്രഹം ക്ലച്ച് അല്ല നിന്റെ ഒട്ടിറാ കറവിടിയാ. അവന് ക്ലച്ച് കാണണമെന്ന്. സീറ്റ് ബെൽറ്റ് ഇടാ, പല്ലു പോലെങ്കിൽ. ഡാഡി ഇതാ ചാട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. എടാ മോനെ, ആൾക്കാർ ഒത്തിരി ഉണ്ടല്ലോ കാണാൻ. ആൾക്കാരുണ്ടല്ലോ എടാ. മോനെ, ആള് ആ ഡിസ്പ്ലേ ഒക്കെ മൊത്തമാണ്. പറത്തി പോവാണ് കേട്ടോ ഗൈസ്. പൊളിക്കുന്നുണ്ട്. എടാ എങ്ങനെ ഉണ്ടായിരുന്നാ കളിച്ചത്? സൂപ്പർ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കളിക്കുന്നില്ല ഗൈസ്. ഇവൻ കൊള്ളാന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ലേ? നമ്മൾ അതിനുശേഷം കളിക്കാൻ പോകുന്നത് ടീമായിട്ട് കളിക്കാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. സോ ഇതെന്തോടാ? ടാഗ് അരീന. ഓക്കെ, ടാഗ് കിട്ടിയിട്ട് നമ്മളിങ്ങനെ കളിക്കും. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഞങ്ങൾക്ക്. യൂട്യൂബ് ചാനലാണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്. പ്രഗ്നന്റ് ലേഡീസ് ഒന്നും പോലും ഒന്ന്. സോ പ്രഗ്നന്റ് ഒന്നും അല്ലല്ലോ. എഗ്രിമെന്റ് ഉണ്ട് ഗൈസ്. സോ ഈ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടാവുന്ന പരിക്കുകൾക്ക് കമ്പനിയോ കമ്പനിയുടെ ആൾക്കാരോ ഉത്തരവാദികളല്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഓക്കെ, അപ്പം 9 ടാസ്കുകൾ 20 മിനിറ്റിനുള്ളിൽ തീർക്കുക. അതാണ് ടാസ്കുകൾ. ഇങ്ങനെ ഈ ഡിസ്പ്ലേ വരുന്നിടത്ത് നമ്മുടെ ടാഗ് വെക്കുക അല്ലേ? സോ ദേ വിൽ ഗിവ് കൈൻഡ് ഓഫ് ടാഗ് വെച്ചിട്ടാണ് കളിക്കേണ്ടത്. ഓക്കെ, ഈ സെൻസർ ടാഗ് ആണ് ഗൈസ്. ഓക്കെ, അത് നമ്മുടെ ഓരോരുത്തർ റീച്ച് ആയെന്ന് കാണിക്കാൻ വേണ്ടി അല്ലേ സെൻസർ അവിടെ എത്തിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അതിൽ സ്കോർ കൂടുതൽ. ഓക്കെ, റെഡിനാണ് സ്കോർ കൂടുതൽ. ഓക്കെ, സ്കോറിന്റെ വില കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പോയിന്റ്. റെഡിന് 250, മറ്റേ പെർപ്പിളിന് 200. പിന്നെ എന്തൊരു കളർ അത്? ഒരു പച്ചയോ നീല എന്തൊരു കളർ ഗൈസ്? ആ ഒരു കളറിന് 150. പച്ചയ്ക്ക് വെറും 100 പോയിന്റ്. എന്നാൽ മഞ്ഞയ്ക്ക് 50 പോയിന്റേ ഉള്ളൂ. കാണുന്നതിന് അടിച്ചാൽ വരിക. ഓക്കെ, അപ്പോൾ മറ്റേ നീല കേട്ടോ. കളർ ഇച്ചിരി ബ്ലൈൻഡ് ആയത്. പർപ്പിൾ നീല. ഓക്കെ, റെഡും പർപ്പിളും നീലയ്ക്ക് വേണ്ടി നോക്കി നമ്മൾ ജയിക്കും. ഓക്കെ, അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ആളാണ് അവിടെ ജയിക്കും അല്ലേ? ഓക്കെ, നമ്മൾ എത്ര പേർക്ക് വേണമെങ്കിലും കളിക്കാം, അങ്ങനെയാണോ? ഓക്കെ, ഇതിൻ്റെ അകത്ത് എത്ര പേർക്ക് കളിക്കാം? തൽക്കാലം നമ്മൾ 5 പേരേ ഉള്ളൂ. ഇനി ഓഫീസിലൂടെ എല്ലാവരും വരുന്നതായിരിക്കും ഒരു വർഷം കളിക്കാനാണ്. ഓക്കെ, ആദ്യത്തെ പ്രമാണം എഴുതി ഒപ്പിട്ട് വെക്കുകയാണ് ഈ ഗെയിം കളിക്കാൻ വേണ്ടി. ഓക്കെ, എല്ലാവരുടെയും പേര് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ വൗച്ചറിലുള്ളതിൽ 300 രൂപയാണ് ഒരാൾക്ക് കളിക്കാനായിട്ട്. സോ എത്ര മിനിറ്റാണ്? 20 മിനിറ്റ് ഉണ്ട് നമുക്ക് പ്ലേ ടൈം. സോ ഇത് ഇച്ചിരി കൂടെ വെർത്താണ്. മറ്റേതൊക്കെ 4 മിനിറ്റ് ഉള്ളായിരുന്നു 200 കൊടുത്തത്. ഇല്ലടാ നോക്കടാ, 4 മിനിറ്റ് ഉള്ളായിരുന്നു അവൻ കൊടുത്ത. എന്താണ് 200 രൂപയ്ക്ക് അല്ലേ? എത്ര? ഇത് 300 രൂപ കൊടുക്കുമ്പോൾ 20 മിനിറ്റ് കിട്ടും.
സോ ഗൈസ് ഇതായിരിക്കും വെറുതായിട്ടുള്ള ഗെയിം. ഓക്കെ, നമ്മുടെ വിലപിടിപ്പുള്ള വാച്ച്, ഫോണ് കാര്യങ്ങളൊക്കെ ഇവിടെ ലോക്കറി വെക്കാം നമുക്ക്. ഓക്കെ, ചെരുപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ വെക്കാം. ഓരോരുത്തർക്കും ഓരോ സ്വൈപ്പ് ചെയ്താണ് കയറ്റുന്നത്, കണ്ടില്ലേ? അത് അടയുമ്പോൾ വീണ്ടും സ്വൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കാർഡിൽ 300 രൂപ വെച്ച് പോകുന്നുണ്ട്. ദൈവമേ, കാർഡിൽ പൈസ ഉണ്ടോ? അവസാനം ഞാനവിടെ കയറാൻ പോണേ. 2000 രൂപയും പോയി. അതൊന്നും വിഷയമില്ല, ഇതൊരു എൻജോയ്മെന്റിന്റെ ഭാഗമായിട്ട്. എന്റെ അവസരം എന്താ അടയുമ്പോൾ കയറാളൂ, അടയാതെ ഓടിക്കറിയുമ്പോൾ കുറഞ്ഞു. ഓക്കെ, ഇത് നമ്മുടെ ചെരുപ്പ് ഇവിടെ വെക്കണം ഗൈസ്. ഇവിടെ വേറെ ആൾക്കാരുണ്ടോ അപ്പോൾ അതിൻ്റെ അകത്ത്? ചെരുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ലോക്കർ ഇതും തുറന്നടാ, ഊരിയടാ. നമുക്ക് വേണ്ടി ഒരു ലോക്കർ തരും. ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട്, അവരുമായിട്ട് നമ്മൾ ക്രഷ് ആവോ? വിഷയമൊന്നുമില്ലല്ലോ. ക്രഷിന്റെ അർത്ഥം എന്തുവാ? അങ്ങനല്ലടേ, ഞാൻ ഉദ്ദേശിച്ചത് ഇടിച്ച് മറിയുമോ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. എന്തൊക്കെയുണ്ടെന്നുള്ള നോക്കിക്കോളും. എല്ലാമേ വെച്ചിട്ടാങ്ക സ്വർണ്ണമൊക്കെ ഊരി വെക്കടാ. കാർഡ്, ഫോണ്, അത് കാര്യം ഗോൾഡ് ഉള്ള നമ്മുടെ കൂട്ടത്തിൽ സ്വർണ്ണം ഉള്ള ഒരു ചെറുക്കനേ ഉള്ളൂ, തങ്കം പോലത്തെ ഒരു ചെറുക്കൻ. ഊരി വെക്കണം, അതൊന്നും ആരും എടുക്കത്തില്ല. അത് ചെമ്പല്ലേ, മറ്റേ വലയിലൊക്കെ ഉടക്കും. കടിച്ച് ഊരിടാ അങ്ങോട്ട്. മറ്റേ മീശമാധവ സിനിമയ്ക്കകത്ത് മറ്റേ അരിഞ്ഞാണ് ഇട്ട് കൊടുക്കത്തില്ല, അതിനെ കടിച്ചെടുക്കടാ അങ്ങോട്ട്. ഗൈസ്, നമ്മളിതാ ഫൺ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ടാഗിൽ നമ്മുടെ പേര് ആഡ് ചെയ്യും. സോ നമുക്ക് ഫൈനലി നമ്മൾ ഗെയിം കഴിഞ്ഞ് വരുമ്പോൾ ഓരോരുത്തരുടെയും പേരനുസരിച്ച് ഓരോരുത്തരുടെയും ടാങ്കിൻ്റെ ഇത് വെച്ച് നമ്മൾ എത്ര പോയിന്റ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. സോ ഗൈസ്, ഞാനൊരു പ്രഡിക്ഷൻ നടത്താൻ പോവാണ്. ഈ ഗെയിമിൽ ഫസ്റ്റ് കിട്ടാൻ പോകുന്നത് നിതീഷ് കിട്ടത്തില്ല. ഇവന്മാരെ തോപ്പിച്ച് നമ്മൾ ഫസ്റ്റ് മേടിച്ചിരിക്കും കേട്ടോ ഗൈസ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വിജയമാണ്. വെല്ലുവിളി നമ്മൾ ഇവന്മാരെ തോപ്പിച്ച് ഫസ്റ്റ് മേടിച്ചിരിക്കും. ഓക്കെ, നമ്മളെ വെല്ലുവിളിക്കാനായിട്ട് ആദ്യത്തിനോട് ആദ്യം പറയുന്നത് ഫസ്റ്റ് ആദ്യത്തിനും സെക്കൻഡേ നമുക്ക് കിട്ടത്തുള്ളൂ. സെക്കൻഡ് ഇവനെന്ന് നമുക്ക് തേടെ കിട്ടത്തുള്ളൂ ഗൈസ്. അങ്ങനെ വരുന്നില്ല ഗൈസ്, നമ്മളായിരിക്കും ഫസ്റ്റ് അടിക്കാൻ പോകുന്നത്. നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഫസ്റ്റ് ടാഗ് ഇട്ട് ഇവിടെയാണോ ടാഗ്? ഓ, മറ്റേ താനോസിന്റെ ഈർത്ത് കുളിച്ചിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ഒളിവിളിയായിരുന്നില്ലയോ? ആരാ ജയിച്ചേ? മോനെ ചെറുക്കൻ ജയിച്ചേ. എത്ര പോയിന്റ്? നിങ്ങളുടെ പോയിന്റ് ആണോ? ടുഡേയ്സ് ബെസ്റ്റ്. ഇതുകൊണ്ട് ഹൈയസ്റ്റ് സ്കോർ എന്നൊക്കെ നടക്കുന്നത് ജോണാ. 17,800. നീ കൊറേ ഉണ്ടാക്കിയല്ലോടാ. ഇത് നീ 20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തോപ്പിക്ക് 20,000 അടിക്കും. ടുഡേയ്സ് ബെസ്റ്റ് ഇപ്പൊ കയറും. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ ഈ ബെസ്റ്റ് ഒക്കെ പൊട്ടിച്ചേക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ചാനലിന്റെ പേരാണ് എനിക്ക് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? ജോ ദ വോയേജർ. ഓക്കെ, ഹൈയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 17,800. അവൻ 4 മണിക്കൂർ ഇന്ന് കളിച്ചാണ് ഇല്ലയോ? 4 മണിക്കൂർ ആക്ടിവിറ്റി മാത്രം ചെയ്തുകൊണ്ടിരിക്കും. റിപ്പീറ്റ് 9 ടാസ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 9 ടാസ്കുകൾ ചെയ്യൂല. 2-3 ടാസ്കുകൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് സ്കോർ കൂടും. ഓ, റെഡ് മാത്രം കിട്ടുകൊണ്ടിരിക്കില്ലേ? റെഡ് മാത്രമല്ല, 3 ടാസ്കുകൾ. അതായത് 3 ടാസ്കുകൾ പറഞ്ഞുതരാം. അകത്തേരും പറഞ്ഞു തരില്ലേ ഗൈസ്? നമുക്കത് ഏത് വേലും വേണേലും ഇടാം അതല്ലേ? എനിക്ക് ഇത് വെച്ചാണ് എഴുതുണ്ടാവും. ഇത് കറക്റ്റ് ആയിരിക്കണം, ഇവിടെ തന്നെ ആയിരിക്കണം. നല്ല സ്വൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ക്യാമറ തിരിച്ചുപിടിക്കാൻ പറ്റുന്നത് ഗൈസ്. നമുക്ക് കിട്ടിയിട്ടുണ്ട്, താനോസിന്റെ ഒരു സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവന്മാരെ പേര് തുടങ്ങി ഗൈസ്. ഞാനിവിടെ തുടങ്ങി. അമ്മാർക്ക് ഓരോരുത്തന്മാർ പോയിന്റ് ഒക്കെ എടുത്തു തുടങ്ങി. അപ്പൊ ഇവിടെ 8 ലൈറ്റ് ഉണ്ട്. എല്ലാ ലൈറ്റിലും സ്വൈപ്പ് ചെയ്യാം. സ്പീഡ് ചെയ്യണേ. ഓക്കെ ഇതിന്റെ അകത്ത് മൊത്തം പച്ചയൊക്കെ ആണല്ലേ? പച്ചക്കൊക്കെ പോയിന്റ് കുറവാ ബ്രോ. ഓ മൈ ഗാഡ്. എടാ, ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ലടാ. എന്തുവാടാ ആ ചോപ്പ്? എടാ, ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ലടാ ഗൈസ്. ഇത് ചോപ്പായിരുന്നു. ഞാൻ വീണ്ടും തൊട്ടാ അതിൻ്റെ അകത്ത് വീണ്ടും ചോപ്പാണ്. നമുക്ക് ഇങ്ങനെ തൊട്ടോണ്ടിരുന്ന് പോയിന്റ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ട്രാപ്പാണ് ഗൈസ്. അയ്യോ, 20 മിനിറ്റ് എന്തെല്ലാം ചാരിങ് ചെയ്യണം പറയാം. നമ്മള് ആദ്യമേ സോക്സ് ഇട്ട് കയറിയെങ്കിൽ ഇത്ര സമയം പോയിരുന്നു. സോക്സ് ഇട്ട് ചോപ്പ് പെന്നി വീഴാൻ പോണ് ഗൈസ്. ഇത് കണ്ടോ? ഓടിത്തുമ്പി തുടങ്ങാം. മാറ
എല്ലാത്തിലും തുടർന്നു. ഇനി എവിടാ ഗൈസ്? എല്ലാത്തിലും തൊട്ട്. അതിൽ തൊട്ടണ നീ അപ്പൊ കഴിഞ്ഞു ഇനി അടുത്ത് എന്തുവാ? ഇതിൻ്റെ അകത്ത് തൊട്ടില്ല. അയ്യോ ഭയങ്കരമായിട്ട് പറക്കുന്നത്. കഴിഞ്ഞോ? ദിസ് ഈസ് സിമ്പിൾ. സ്കോർ കൂടാൻ വേണ്ടിട്ട് ഇതിൽ ചെയ്യാം. ഫസ്റ്റ് ടാസ്ക്, സെക്കൻഡ് ഇതിൽ ചെയ്യാം, ഇങ്ങനെ 3 ടാസ്കുകൾ ചെയ്തോണ്ടിരുന്ന സ്കോർ കൂടും. അപ്പൊ ഇതിൽ ചെയ്യാം. അടുത്ത ഇതെങ്ങനെയാ? ഇത് 2 സൈഡും കേറാം. ഓക്കെ, മേലോട്ട് കയറിക്കോ. കേറുന്ന പോലെ തിരിച്ചിറങ്ങണേ, ചാടല്ലേ. ഗൈസ് വെറുതെ എന്തിനാ അങ്ങനെ കയറുന്നത്? തിരിച്ചു എടാ വാടുക ഇതെന്താ ആവാത്ത? ഇതാവുന്നില്ലെന്ന്. വെറുതെ ടൈം പോകുന്നു ഗൈസ്. അടുത്ത ഇതെന്താ പരിപാടി? ദൈവമേ, ഏതോ ഗുളിക്കത്തു. ഇത് 2 കൈ ഉപയോഗിക്കേണ്ടി വരും തോന്നുന്നു. കുറേ ഓൾഡ് ചോപ്പ് അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് ഫോണിൽ തൊട്ട് താഴെ ചോപ്പുണ്ടോ? അപ്പോൾ വേണ്ട. നീ എവിടാ? ഓക്കെ, ഇതിലേക്ക് കയറിക്കോ. ഇതിലോ? ഇതിൽ കാലെ കാണിച്ചാൽ അതുപോലെ നമ്മുടെ കാലിങ്ങനെ ഓക്കെ ഇതുപോലെ കയറുക. ഞാൻ പടത്തിൽ കയറിട്ട് വരാം. റെക്കോർഡിംഗ് ആണ്. ഓക്കെ, ഇവിടെ കാണുന്നില്ലല്ലോ. നീ എന്താ ഇതിന് ഇറങ്ങാൻ പറ്റത്തില്ലേ? പറ്റും. ഇങ്ങനെ തന്നെ എടുക്കുന്ന കാണുന്നുണ്ടോ? തിരിച്ചു പിടിച്ചാൽ മതി. അത് കാണാൻ പറ്റും ബ്രോ. ആ, അയ്യോ ചാടല്ലേ. ഞാൻ വേണേ കാണിച്ചു തരാം എങ്ങനെ കയറുന്നെന്നുള്ളത്. ഓക്കെ, നമ്മൾ അടുത്ത ഇതിൽ പച്ചയല്ലേ? പച്ചയ്ക്ക് പോയിന്റ് ഇല്ല. നമുക്ക് പോയിന്റ് ഉള്ളിൽ പോവാം. നീമാരെ ഇല്ലാതെ കയറി ഒത്തിരി പോയിന്റ് ഉണ്ട്. പണ്ടമാരെ പറ്റിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ കുഴഞ്ഞ്. ഇതിൽ കയറിയില്ല. ഇതെങ്ങനെയാ? ഗൈസ്, ഓ സീൻ. ഓ ദിസ് ഈസ് സോ ഹാർഡ്. എനിക്കൊന്നും ഇതാന്ന് വെച്ചിട്ട് അതോ ഞാൻ കുഴഞ്ഞോണ്ടാണോ? കുറച്ച് പാടാണ്. എന്റെ ടൈം പോകും നമ്മുടെ കേട്ടോടാ. പക്ഷെ ഇത് എൻജോയ് ചെയ്യണോടാ. ഇതാ സൂപ്പർ. സ്കോറൊക്കെ എന്തിനാ മാൻ? ഇതിനകത്ത് കയറരുതായിരുന്നു. ദിസ് ഈസ് സോ ഹാർഡ്. ഗൈസ്, കളി ഇതുവരെ ആയപ്പം ഏകദേശം 8 മിനിറ്റ് കണ്ട അയാള് നോക്കി. ജോത വോയേജറാണ് ടോപ്പ് സ്കോറർ. നമ്മൾ കുഴഞ്ഞ്, ആക്ച്വലി കുഴഞ്ഞ് ഒന്നിനും വയ്യ. ദീപുള്ള ചെറുതായിട്ടുള്ള എന്തെങ്കിലും കളിക്കാം. ഇങ്ങനെ നമ്മുടെ റിപ്പീറ്റ് ഗെയിമാണ്. ഇത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല സുഖം ഈ ഗെയിം. തന്നെ വരാം. ഇതിൻ്റെ അകത്തൂടെ കയറണം ഗൈസ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ കിടന്ന സമയം കൊണ്ട് ഇവിടെ വന്ന് കിടന്നാൽ മതിയായിരുന്നു. കിടക്കാനെങ്കിലും സുഖം ഉണ്ടായിരുന്നു. ലൈറ്റ് എന്ത്? ഓ നീല ലൈറ്റ്. പക്ഷെ എവിടെടാ ഗൈസ്? എൻ്റെ അകത്താണ് ലൈറ്റ്. ഇനി ഇട്ടാലോ? ചോപ്പായി, പറ്റിക്കാൻ പറ്റത്തില്ല. അയ്യോ പന്തിൻ്റെ വണ്ടിക്കൂടെ ഉരുള. ഒരെണ്ണേ ഉള്ളു, കാണാൻ പറ്റത്തില്ല. അവൻ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ കാണത്തില്ലായിരുന്നത്. അയ്യോ, ഇതിൻ്റെ അടിയിലാണോ? അതെ, ചോപ്പുണ്ടായില്ലേ? ഇപ്പം എടുത്ത് കുറേ കൈ മണത്തോളണം. ഓക്കെ, 3 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ തൊട്ട ലൈറ്റ് വീണ്ടും വർക്കാതെ. ഓക്കെ, വേറെ ആരെങ്കിലും തൊട്ടെങ്കിൽ നമുക്ക് തൊടാം. അപ്പോൾ എനിക്ക് ഇവരുടെ കൂടെ തൊടാം അല്ലേ? അതായിട്ടില്ല.
അപ്പോൾ നമ്മൾ തൊട്ടാലും പോരാ, അവരും തൊട്ടാലും 3 മിനിറ്റ് കഴിയണം തോന്നുന്നു. ഗൈസ് എന്തോ ഗ്ലിച്ച് ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഒന്നും പറ്റുന്നില്ല ഗൈസ്. അതില്ല ഞാൻ ഇപ്പൊ പോയിന്റ് അടിച്ചത് കുറച്ച് നേരം ഇതിലാവുന്നില്ല. അപ്പൊ ഇവിടുത്തെ സോ ഫാസ്റ്റ് അതായിരിക്കും. ഇതൊക്കെ ഞാൻ ചെയ്തേ ഒരു പ്രാവശ്യം ചെയ്തോളൂ. പക്ഷേ ഇല്ല അയ്യോ ഗായ്സ്, ചെറുക്കൻ ചുവപ്പിനുള്ള അംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെഡിൽ തൊട്ടാൽ കേറ. ഇതൊക്കെ ജോലിന് സിമ്പിൾ. ഇനി അടുത്ത ആരാ ഒളിച്ച് കൊടുത്ത് വന്നത് കളിക്കാനാ? 2 കള്ളന്മാര് രണ്ടെണ്ണോടാ ഇവിടെ കിടക്ക്. എടാ നമുക്ക് എടാ ഒളിച്ചിരിക്കട്ടെ ഞങ്ങൾ കുറച്ച് റെഡ് തൊട്ടില്ല കേട്ടോ അവിടുത്തെ. ഗായ്സ് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. സമയം കഴിഞ്ഞപ്പോൾ ഏറ്റവും ടോപ്പ് സ്കോർ നിൽക്കുന്നത് ആര് നോക്ക് ഗൈസ്. ടോപ്പ് സ്കോർ നിൽക്കുന്നത് ഷാരിഫ് ജോദ വൈദ്യ. ഓ നമ്മുടെ എല്ലാം മാറ്റി അവിടുന്ന് ഗൈസ്. നമ്മുടെ എക്സിറ്റ് അടിച്ചു. കൂടുതൽ അടിക്കാൻ പറ്റും. 2 ഇടത്ത് നമ്മൾ എക്സിറ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ടാഗ് എക്സിറ്റ് അടിച്ചോ അല്ല എക്സിറ്റ് അടി ഗൈസ്. നമ്മുടെ സ്കോർ കണ്ട ഞാൻ ജോദ പോയതൊരു 9750 പോയിന്റ്. ബാക്കി എല്ലാം 6000. ഗൈസ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് കളിച്ച് 900 പോയിന്റ് എടുത്തില്ല, 9000 പോയിന്റ്. ലാസ്റ്റ് കടയാടി തമ്പി 6000 പോയിന്റ് ഉള്ളു നിനക്ക്. നീ എല്ലാം പച്ചക്കകത്ത് അടിച്ചത്. അടിക്കുമ്പോ കറക്റ്റായിട്ട് അടിക്കണം. ഇല്ലയോ കറക്റ്റായിട്ട് അടിക്കാൻ പഠിക്കണോടാ ബ്രോ. താങ്ക്സ് ഫോർ എക്സ്പ്ലെയിൻ ദിസ് സ്റ്റോറി. ഓക്കെ നമുക്ക് ഇനി ഇതെടുക്കാം. ഓ ഇവിടെ എല്ലാ സാമാൻ കൊണ്ട് എടുക്കണം. തട എൻ്റെ വിലപിടിപ്പുള്ള നമ്മുടെ ഫോൺ ഇത്രയും പ്രതീക്ഷയില്ല ഗൈസ്. മരിച്ചുപോയി. പക്ഷേ ജോയിലെല്ലാം കള്ളക്കളിയാണ് കാണിച്ചത്. എല്ലാവർക്കും ബാൻഡ് ഊരി കൊടുത്തിട്ട് അവരെ കൊണ്ടാടടിച്ചു. ഗൈസ് നമ്മളാണ് ജയിച്ചത് കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ വിജയം, നമ്മുടെ 1001 സബ്സ്ക്രൈബേഴ്സിന്റെ വിജയം ഗൈസ്. ഇതിൻ്റെ അത് 2 പേരാണ് കളിക്കുന്നത്. 2 പേര് മരിച്ച അപ്പം തന്നെ പുറത്തിറക്കും. അല്ലാതെ ടോട്ടൽ എത്ര മിനിറ്റ് ഗെയിം? മൊത്തം 15-16 മിനിറ്റ് ഉണ്ട്. അതിനുള്ളിൽ 2 മിനിറ്റ് തന്നെ തീർന്ന പൈസ. ഓക്കെ അപ്പൊ എന്റെ കൂടെ മരിക്കാൻ എനിക്ക് കളിക്കാറുണ്ട്. പബ്ജി കളിക്കും. ഷാരിഫിന് എന്നെ ജയിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആടാ ഇവനറിയാം, അവൻ ഐഫോണൊക്കെ ഉള്ള അവന് പബ്ജി കളിക്കാൻ. ആദ്യം ഞങ്ങൾ അപ്പോൾ വീഡിയോ എടുക്കണമേ. മുഴുവൻ സോംബി വന്നു നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഷാരിഫും ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ട് സോംബിയെ പിടിക്കാൻ ചിക്കനിൻ്റെ ഇടയ്ക്ക് ചാർജ് ഇല്ല തോക്കിൽ. നാളെ രക്ഷിച്ചാൽ മതിയോ ഗൈസ് ലോകത്തെ? ഞാൻ ചത്തു പോകുമ്പോ നിനക്ക് കാണാൻ പറ്റുമോ? ഇത് മല കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഗെയിം ഇട്ടിട്ടില്ല. നടക്കല്ലേ വെടിവേടാ ഷാരിഫെ വെടിവേടാ. ഗൈസ് അവനെ ആദ്യം കയറ്റത്തില്ല, അവൻ അവസാനം ചെരിപ്പിട്ട് കയറ്റേണ്ടി വന്നു ഗൈസ്. ഓക്കെ നമ്മുടെ നാടിനെ രക്ഷിച്ചു. നമ്മുടെ നാട് മൊത്തം സോപ്പിയായിരുന്നു ഗൈസ്. അടിച്ച് പറത്തി ഇടത്തും മരത്തില്ല. സൂപ്പറായിരുന്നു കേട്ടോ. നൈസ്. ഇങ്ങനെയൊക്കെയാണ് ഗെയിം കളിക്കണം. അല്ലാതെ എനിക്ക് മൊബൈൽ കളിക്കുന്ന ഇഷ്ടമല്ല. ഈ ഗെയിമിൽ ഞാൻ ജയിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ ഗെയിമൊക്കെയാണ് ഞാൻ നല്ലോണം കളിക്കും. 2 കില്ലിന് കൂടുതലുള്ളൂ. എന്താടാ പബ്ജി കളിക്കുമ്പോൾ ഞാൻ തോറ്റു പോകില്ല, പക്ഷേ ഇതിൽ കണ്ടാൽ ഞാൻ ജയിച്ചു ഗൈസ്. ഇങ്ങനത്തെ ഗെയിം കളിച്ചാണ് ഞാൻ വളർന്നിട്ടുള്ളത്. എനിക്ക് എൻ്റെ മൈൻഡ് ഇതിന് വേണ്ടിയാ സെറ്റ്. ഓക്കെ നമ്മുടെ ചത്തട്ട് വരുന്നത് ഇല്ലേടാ. ഞങ്ങൾ 10-16 മിനിറ്റ് കളിച്ചു. ഇമാര് 5 മിനിറ്റ് കൊണ്ട് തോറ്റ്. വലിയ പബ്ജി കളിക്കാൻ പബ്ജി ഇതുവരെ കളിക്കാതെ ഞാൻ ജയിച്ചാണ്.
ആദിത്യ നിനക്ക് ബുദ്ധിയില്ല, എല്ലാ കളിയും തോറ്റു. നിന്റെ ശക്തിയെങ്കിലും കാണിറ അതിന്റെ അകത്ത്. എത്ര 90 ഉള്ളൂ. സോ ദിസ് വിൽ ബി നൈസ്. ഒരാൾക്ക് 90 രൂപ ശക്തി കാണിക്കാൻ വേണ്ടി. ലാസ്റ്റ് ഗെയിം നമ്മൾ അടിക്കുന്ന ഒരു ടോസ് ഇട്ടാണ് അടിക്കണത്. എത്ര 64 796. പിന്നെ 64 അത് മിനിറ്റ് ആണോ? ഓക്കെ, സ്കോർ നോട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ജോയിലൻ അടിക്കാൻ പോകുന്നു. ഇല്ല, ഞാൻ പതി അടിച്ചത്. 833 ഗൈസ്. 853 മണി സ്കോർ. അടുത്ത മണി, തായ്ലൻഡ് മണി, പട്ടായ മണി. മിഷൻ അടിച്ചു പോയി. 774 മണി. മണിയുടെ സെക്കൻഡ് ട്രയലാണ്. മണി 900 ആക്കുമെന്ന് പറയുന്നു. 821. ജോയ് ഷാരിഫിനെ പൊട്ടിച്ച് തായ്ലൻഡ് മണി, പട്ടായ മണി. ഉണ്ണിക്കുരു. വരാ പൊങ്ങട്ട്. ഇതാ നെടുമങ്ങാട് വിഷ്ണു. അമ്പോറ്റി വിഷ്ണു. അമ്പോറ്റി വിഷ്ണുവിന് എത്ര? അമ്പോറ്റി വിഷ്ണു 769. അമ്പോറ്റി വിഷ്ണു 769. അമ്പോറ്റി വിഷ്ണു 783. എടാ നിനക്ക് ഞാൻ നോക്കിട്ടടി സർവശക്തി എടുത്ത്. ഓക്കെ, ഇതുവരെയുള്ള ടോപ്പ് സ്കോറർ വേറെ ആരുമല്ല ഗൈസ്, നിങ്ങളുടെ സ്വന്തം ജോയലാണ്. 850 എത്ര ഉണ്ടാവും? അത് മണി. ഇവൻ നമ്മളെ തോപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ 900 അടിക്കും. ഇവ അടിച്ചില്ലേ പിന്നെ എന്തുവാടാ? ഒരു ഗെയിമെങ്കിലും ജയിക്കട്ടെ. ഓ എന്റെ മോനെ, കാമോൺ ഓടുന്ന ഓട്ടം നോക്കണേ. ഇത് 900 ഇത് 900. 818 മാൻ. ഒന്നും കൂടെ വേണം മോനെ അടിക്കാൻ. എന്നെ തോപ്പിക്കണമെങ്കിൽ നീ 10-40 പോയിന്റ് കൂടെ എടുക്കണം മോനെ. ഇപ്പൊ 818 ഉള്ളു. പക്ഷെ എല്ലാവരും രണ്ടാമത്തെ അടി കൂടുതലായിരിക്കും. ഓ തലേ വന്ന് അടിച്ചെന്ന് തോന്നുന്നു ചുറ്റിയല്. ഓ എടാ പോടാ, നിന്നെ ഒന്നും ഇതിനൊന്നും കൊള്ളത്തില്ലെന്ന് നീ വീട്ടിൽ തെളിയിക്കുകയാണ്. അതാ കാർഡ് എം പി ആക്കണം ഗൈസ്. നമ്മുടെ കാർഡിൽ ഇപ്പം 50 രൂപ. വിന്നർ ആരാ? കണ്ടില്ലേ സെക്കൻഡ് 853 പോയിന്റോട് കൂടി ഞാൻ മുമ്പിൽ നിൽക്കുന്നു ഗൈസ്. ചെറുക്കൻ പറഞ്ഞപ്പോ ഞാൻ തമാശയായിട്ട് വിചാരിച്ചു ഗൈസ്. ആരോ തുറന്ന് കുടിച്ചിട്ട് വെച്ചേക്കുന്നു ഇവിടെ ലുലു മാളില്. ഫുള്ള് സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇല്ല നീ അങ്ങനെ ആണോടെ? നേരത്തെ ഇത് വഴിയല്ലേ നീ കറങ്ങി വന്നത്? ഇവൻ പറഞ്ഞപ്പോ നമ്മൾ വിശ്വസിച്ചില്ല. സംഭവം ശരിയാ. അതെല്ലാം സീൽഡാ. ശരി, അതെല്ലാം അതിന്റെ അടപ്പെല്ലാം സീലാണ് കേട്ടോ. ഇതിന്റെ അടപ്പ് ഇച്ചിരി തുറന്നിരിക്കുകയാണ്. അടപ്പ് തുറന്നിരിക്കുക. ഷാരിഫിന്റെ കണ്ണ് കണ്ടില്ലേ ഗൈസ്? നല്ല സൂക്ഷ്മതയുള്ള കണ്ണാണ് ഇറക്കൻ്റെ ഗൈസ്. ബില്ലടിക്കുന്നവിടെ ഭയങ്കര ക്യൂ ആണ് ഗൈസ്. കണ്ടില്ലേ?
ഫുഡ് അടിയോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം തീരുന്നതായിരിക്കും. ഷുഗർ ഇല്ലടാ അതില്. ഷുഗർ ഇല്ല. നോക്കി എടുക്കണമായിരുന്നു എടുക്കുമ്പോൾ. ഷുഗർ ഫ്രീ. എനിക്കതാ ഇഷ്ടം, പക്ഷേ ഞാൻ ഡയറ്റിലുള്ളതല്ലേ. അത് ഡെസേർട്ട് ആടാ, അവസാനം കഴിക്കണ്ടേ ആടാ. കഴിച്ചു നോക്ക്, ടേസ്റ്റ് നോക്ക്. പുളി. അതെങ്ങനെയുണ്ട്? പേരെന്തോ? സന്ധിക്കടി. കാജു കഡ്ഡി. സന്ധിക്കടി. എനിക്കടാ മോനെ, ഇന്നേക്ക് ഒരു പൊടി എല്ലാരും വാങ്ങോ. ഗൈസ്, അപ്പൊ ലുലു മാൾ അടച്ച് നമ്മളെല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നേപോലത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.